ഒരു കെട്ടിടം പണിത് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ഉള്ള ചിലവുകൾ, അതായത് ഒരു സ്ക്വയർ ഫീറ്റ് കെട്ടിടം പണിയണമെങ്കിൽ 1500 രൂപ കണക്ക് കൂട്ടുക. കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ അതിലും കൂടും. 1500 രൂപ കൂട്ടുക. ഒരു സെൻറ്റ് സ്ഥലത്തിന് 10 ലക്ഷം രൂപ വില വെച്ചാൽ ടൗൺ ഏരിയയിൽ അതിലും കൂടും. പക്ഷെ ഒരു 10 ലക്ഷം രൂപ എങ്കിലും വില വെച്ചാൽ ഒരു സ്ക്വയർ ഫീറ്റിന് 2300 രൂപ വില വരും. ഈ 2300 രൂപയും ഈ 1500 രൂപയും പിന്നീട് ഈ കെട്ടിടം പണിത് കഴിഞ്ഞാൽ ഉടനെ വൺ ടൈം ടാക്സ്, റവന്യൂൻ്റെ വൺ ടൈം ടാക്സ്, പിന്നീട് ലേബർ സെസ്, ഈ 2 ടാക്സും കൂടെ ഏകദേശം ഒരു സ്ക്വയർ ഫീറ്റിന് 700 രൂപയോളം വരും. പിന്നെ ഈ 2500 രൂപ എന്ന് ഞാൻ പറഞ്ഞത് ഒരു സ്ഥലത്ത് മുഴുവൻ കെട്ടിടവും പണിയാൻ പറ്റിയാലാണ്. അതായത് ഒരു സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ 7 സെൻറ്റ് സ്ഥലത്തും കെട്ടിടം പണിയാൻ അത് സാധ്യമല്ല. ഏകദേശം ഒരു 50% സ്ഥലത്തെ കെട്ടിടം നമുക്ക് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റിയ കെട്ടിടം കിട്ടുകയുള്ളൂ. കാരണം പാർക്കിംഗ് ഏരിയ പോവും, സൈഡുകളിൽ ഓഫ്സെറ്റ് വിടണം, പിന്നീട് ഇതിനകത്ത് ബാത്റൂം മുതൽ കോറിഡോറുകൾ വരെ പോയി കഴിയുമ്പോൾ ഏകദേശം ഒരു സ്ക്വയർ ഫീറ്റിന് ഒരു സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് 1/2 സ്ക്വയർ ഫീറ്റ് കെട്ടിടം വാടക കൊടുക്കാനായിട്ട് കിട്ടുള്ളൂ. അപ്രകാരം കിട്ടുന്ന ഈ അപ്പോൾ 2300 കൂടെ 2300 കൂടെ കൂട്ടണം. അങ്ങനെ കൂട്ടി കിട്ടുന്ന തുകയോടുകൂടി ഈ കെട്ടിടം പണിയാനായിട്ട് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ലോൺ എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് ഒരു 200 രൂപയും കൂടെ കൂട്ടുക. അങ്ങനെ വരുമ്പോൾ ഒരു സ്ക്വയർ ഫീറ്റ് സ്ഥലത്തിന് 7000 രൂപയോളം ചിലവ് വരും. എന്നാൽ വരുമാനം എത്രയുണ്ടെന്ന് നോക്കാം. ഒരു സ്ക്വയർ ഫീറ്റ് സ്ഥലം വാടക കൊടുത്താൽ ഒരു സ്ക്വയർ ഫീറ്റ് സ്ഥലം വാടക കൊടുത്താൽ 100 രൂപ പെർ സ്ക്വയർ ഫീറ്റ് വാടക കിട്ടുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 100 രൂപ കിട്ടുന്നതിന് 30% വരെ ടാക്സ് പോകാം. ആ ടാക്സ് പോയി കഴിയുമ്പോൾ 70 രൂപ കിട്ടും. ഈ 70 രൂപ 12 മാസം ആകുമ്പോൾ 1284 840 രൂപ വാടക കിട്ടും. അതിൽ ഏകദേശം 100 രൂപയോളം മുനിസിപ്പൽ ടാക്സ് പോകും. മുനിസിപ്പൽ ടാക്സ് പോയി കഴിയുമ്പോൾ 740 രൂപയാണ് കിട്ടുന്നത്. ഈ 740 രൂപ കിട്ടിയാൽ ഈ 7000 രൂപ കവർ ചെയ്ത്, അതായത് ചിലവ് കവർ ചെയ്ത് വരണമെങ്കിൽ ഏകദേശം 10 വർഷത്തോളം എടുക്കും. ഇതാണ് ഏകദേശം ഒരു ലാഭനഷ്ട കണക്ക്. ഒരു 3 വർഷത്തിനുള്ളിൽ മുടക്കുമുതൽ തിരിച്ചു കിട്ടാത്ത ഒരു ബിസിനസ്സും ലാഭകരമല്ല എന്നാണ് ബിസിനസ് വൃത്തങ്ങളുടെ ഒരു അഭിപ്രായം. പിന്നീട് വേറൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ വാടക കൃത്യമായിട്ട് കിട്ടുന്നു എന്നുള്ള കണക്കുകൂട്ടലിലാണ് നമ്മുടെ കണക്കുകൂട്ടൽ ഇതെല്ലാം പറഞ്ഞത്. എന്നാൽ വാടക കൊടുത്തു കഴിയുമ്പോൾ ഈ വാടക കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ ടെനൻറ്റുമായിട്ട് കേസുകൾ വരികയോ ചെയ്താൽ ഇതിലൊക്കെ കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകാം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.